സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ പരിശുദ്ധ മാസം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നോമ്പിൻ്റെ ഓരോ ദിനങ്ങൾ പിന്നിടുമ്പോഴും അടുത്ത ദിനം നോമ്പുമായി ഞാൻ ഉണ്ടാകുമോ എന്ന് നമ്മളെല്ലാവരും ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി. നന്മകളെ കൊണ്ട് സമൃദ്ധമായ ഈ ഒരു മാസത്തെ ജീവിതം, നാം അനുഷ്ഠിച്ച എല്ലാ പുണ്യങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ നമ്മിൽ നിന്ന് ഏവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി തന്നെ ആയിരുന്നു ആ പരിശ്രമങ്ങളെല്ലാം. പ്രത്യേകിച്ച് നോമ്പാകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനാകും. കാരണം മറ്റാർക്കും നമ്മുടെ നോമ്പിനെക്കുറിച്ചോ നമ്മുടെ നോമ്പിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചോ നിരീക്ഷിച്ച് മനസ്സിലാക്കുക സാധ്യമല്ല. നാം നോമ്പുകാരനാണെന്നുള്ള ബോധത്തോടു കൂടെ തന്നെ പരമാവധി രഹസ്യങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളത് പരമാവധി സൂക്ഷിച്ചാണ് പ്രവർത്തിച്ചത്. ഒളിവെടുക്കുമ്പോൾ വായിൽ വന്ന വെള്ളത്തിൽ നിന്ന് പോലും ഒരംശം ഇറങ്ങിപ്പോകരുതേ എന്ന് നമ്മൾ സൂക്ഷിച്ചത് നമ്മുടെ ആത്മാർത്ഥത കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് ധാരാളം കാരണങ്ങളുണ്ട്. ഇത് ഏറ്റവും പുണ്യമുള്ള പരിശുദ്ധമായ ഒരു മാസമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന നിലക്ക് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്ക് തിരക്കാണ്, എനിക്ക് പറ്റില്ല, എൻ്റെ സാഹചര്യം അതാണ്, എന്നെക്കൊണ്ട് അതൊന്നും കഴിയില്ല, ഇവർക്കൊക്കെ അത് പറ്റും, അവർക്കെന്താ വേറെ പണി എന്നൊക്കെ പിശാച് മനസ്സുകൊണ്ട് ചോദിപ്പിച്ച് ഒരു പള്ളി കണ്ടാൽ പോലും അവിടെ ഒന്ന് കയറി നോക്കാൻ തോന്നാത്ത വിധം നന്മകളിൽ നിന്ന് നമ്മളെ വിദൂരത്താക്കിയ പിശാചുക്കൾ ബന്ധിക്കപ്പെട്ടപ്പോൾ, സ്വർവ കവാടങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാം നന്മയിലേക്ക് ഓടി വന്നു, അടുത്തു വന്നു. അതെന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി എന്നാണ്. ഇത്തരത്തിൽ നന്മ കൊണ്ടുള്ള ഒരു ഉത്സാഹകരമായ ഒരു ജീവിതം റമദാനിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും വിശ്വാസി ഉത്സാഹത്തോടെ ആവേശത്തോടെ ഒരു മത്സരത്തോടുകൂടെ നന്മയിൽ മുന്നേറണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന. സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു പോകൂ. ബാദിറു, നിങ്ങൾ എളുപ്പത്തിൽ ചെല്ലു, വേഗത്തിൽ ചെല്ലു, വൈകാതെ ധൃതി പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലണം. എവിടേക്ക്? അള്ളാഹുവിന്റെ പാപമോചനവും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമി കണക്കെ വിശാലമായിട്ടുള്ള സ്വർഗത്തിനും പാപമോചനത്തിനും നിങ്ങൾ മത്സരിച്ചു ചെല്ലുക. ഉഇദ്ദത ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് സ്വർഗം. സൂക്ഷ്മത നേടലായിരുന്നു റമദാനിന്റെ ലക്ഷ്യം. എങ്ങനെയാണ് ആ ലക്ഷ്യം നേടിയത്? ഈ നന്മയുടെ മത്സരങ്ങളിലൂടെ തന്നെയാണ് അത് നേടിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു മത്സര മനസ്സില്ലേ, നാം ശീലിച്ച കുറെ നന്മകളില്ലേ, അത് അതേ ആവേശം തണുക്കാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു ചെല്ലു. സാബിഖു, നേരത്തെ സാരിഉ ധൃതിപ്പെട്ട് ചെല്ലു, ഇവിടെ സാബിഖു നിങ്ങൾ മത്സരിച്ചു ചെല്ലു. ഇവിടെയും എന്താ അല്ലാഹ് പറഞ്ഞത്? അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, അതിന്റെ വിശാലത. സ്വർഗം നിസ്സാരമല്ല സുഹൃത്തുക്കളെ. ഈ ഭൂമി അനേക ഗോള ഗ്രഹങ്ങളിലെ എത്ര നിസ്സാരമായ, എത്ര ചെറിയൊരു ഗോളം. ആ ഗോളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും വിശാലതയും ആലോചിച്ചു നിങ്ങൾ. ഈ പ്രപഞ്ചം മുഴുവനും സ്വർഗമായി മാറുമ്പോൾ എത്ര വിശാലമാണത്. ആ വിശാലമായ സ്വർഗം 100 വർഷം നടന്നാൽ തീരാത്ത മരത്തിന്റെ തണലുകൾ. അത്തരമൊരു സ്വർഗം കിട്ടാനാണ് ഞാനും നിങ്ങളും ഈ പണിയെടുത്ത് നമ്മുടെ മനസ്സിൽ വേണം. ആർക്കാണ് ആ സ്വർഗം? അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കാണ് ആ സ്വർഗം തയ്യാറാക്കപ്പെട്ടത്. അള്ളാഹ് നൽകുന്ന ഒരു മഹത്തായ ഔദാര്യമാണ് സ്വർഗം. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവർ നൽകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മത്സരത്തോടുകൂടെ നന്മയിൽ നിലകൊള്ളണമെന്നാണ് ഖുർആനിന്റെ നിരന്തരമായ ആവശ്യം. അതിൻ്റെ ഒരു പ്രായോഗികമായൊരു മോഡലാണ് 30 ദിവസം കൊണ്ട് നാം ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത്. ഈ ആവേശമുണ്ടല്ലോ, ഈ നന്മയുടെ മത്സരമുണ്ടല്ലോ, ഈ ഉത്സാഹമുണ്ടല്ലോ, ഈ പിശാചിന്റെ കൈകളിൽ നിന്ന് മോചിതമായ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ വാതിൽക്കളോളം എത്തുന്ന ഈ പരിശ്രമങ്ങളുണ്ടല്ലോ, ഇത് തുടർന്നു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നന്മകളുടെ ഒരു സംഗമമായിരുന്നു യഥാർത്ഥത്തിൽ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ. നമസ്കാരം സാധാരണ ഉള്ളതിനേക്കാളും നമസ്കാരത്തെ ഒരു ശ്രദ്ധ നമ്മൾ നൽകി. നോക്ക് നിങ്ങൾ, നോമ്പ് ഒന്നുപോലും വിടാതെ തുടർച്ചയായി 30 രാപ്പകലുകളിൽ നമ്മൾ നോമ്പ് നോറ്റു. രാത്രി നമസ്കാരം 30 ദിവസവും
ഒരു ക്ഷീണവുമില്ലാതെ ആവേശത്തോടെ ഒരു ഈദ്ഗാഹിലേക്ക് പോകുന്ന സന്തോഷത്തോടുകൂടെ നമ്മൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്ക് വന്നു. ദാനധർമ്മങ്ങൾ നമ്മുടെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ നമ്മുടെ കനപ്പെട്ട സംഖ്യകൾ നമ്മൾ ആത്മാർത്ഥമായി പല കൈകളിലും പല ബക്കറ്റുകളിലും പലരും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ നന്മകളുടെ സംഗമ സ്ഥലം മറ്റൊരു മാസത്തിലുമില്ലാത്തത്ര ആകാശത്തേക്ക് നമ്മുടെ കൈകൾ പ്രാർത്ഥന കൊണ്ട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനെ സ്നേഹിച്ചു പോയി, ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഈ റമദാനിന്റെ കാലം നമുക്കിഷ്ടമാണ് സുഹൃത്തുക്കളെ. ആ ഇഷ്ടം കൊണ്ട് നമ്മുടെ മനസ്സ് പറഞ്ഞില്ല ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മുടെ മനസ്സ് പറഞ്ഞില്ല. നോമ്പും കൊണ്ട് റമദാനിന്റെ മാസമേ, നോമ്പിന്റെ മാസമേ, നീ നോമ്പും കൊണ്ട് പോവുകയാണല്ലോ. ഈ നോമ്പ് നോൽക്കുന്ന ഈ പകലുകൾ നമുക്കില്ലാതാവുകയാണ്. ലഖദ് കുന്ത അൻവാറം ബികുല്ലി മക്കാനി, എല്ലാ സ്ഥലത്തും പ്രകാശമായിരുന്നു. മനസ്സിൽ പ്രകാശം, രാത്രികളുടെ ഇരുളുകളിൽ പ്രകാശമായിരുന്നു. നമ്മളാരും അധികം ഉറങ്ങിയിട്ടില്ല. നമ്മളെല്ലാ സന്ദർഭത്തിലും വെളിച്ചമാണ്. നമ്മുടെ ചുറ്റുഭാഗം കാണുന്നവരെല്ലാം മനസ്സിന്റെ ടെൻഷനൊക്കെ പോയിട്ട് ഒരു സമാധാനത്തിന്റെ മുഖങ്ങളാണ് നമ്മൾ കണ്ടത്. ലഖദ് കുന്തു അൻവാറൻ ബികുല്ലി മക്കാനി, എല്ലായിടത്തും വെളിച്ചങ്ങളായിരുന്നു. ലഇൻ ഫാനിയത് അയ്യാമു കസ്സഹറു ബഖതൻ ഫമൽ ഹുസ്നു മിൻ ഖൽബി അലൈക ബിഫാനി. ഇത്ര പെട്ടെന്ന് നീ കടന്നു പോയത് കൊണ്ടാണ് എനിക്ക് ഇത്ര വലിയ ദുഃഖം. വേഗത്തിലാണ് റമദാൻ നമ്മളിൽ നിന്ന് കടന്നു പോയത് എന്നുള്ളത്. അലൈക സലാമു, നിനക്ക് സമാധാനമുണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ. കുൻ ഷാഹിദൻ ലനാ, ഞങ്ങൾക്ക് നീ സാക്ഷി നിൽക്കണം. ഞങ്ങൾ ഈ നോമ്പ് നാളെ പരലോകത്ത് സാക്ഷി പറയും. സുഹൃത്തുക്കൾ, ഈ നന്മകൾ മുഴുവനും എനിക്ക് വേണ്ടി അവൻ ഉറക്കമൊഴിച്ചു, എനിക്ക് വേണ്ടി അവൻ പട്ടിണി കിടന്നു, എനിക്ക് വേണ്ടി ദേഹേച്ഛകളെ മാറ്റിവെച്ചു എന്ന് നാളെ നോമ്പുകൾ സാക്ഷി പറയും. ബിഖൈറിൻ റആക്കല്ലാഹു മിൻ റമദാനി, റമദാനിൽ എന്തൊക്കെ നന്മകൾ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ടോ ആ നന്മയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നീ പരലോകത്ത് സാക്ഷി പറയണമെന്നാണ്. നോമ്പിന്റെ വേർപാടിനെ ഒരു വേദനയായിട്ടാണ് കവി പറയുന്നത്. ആ വേദന നോമ്പിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും പുണ്യം നിറഞ്ഞൊരു കാലമായിരുന്നു. പക്ഷെ സഹോദരങ്ങളെ, കാലത്തിന് പോയേ പറ്റൂ, കാലത്തിന് മുന്നോട്ട് സഞ്ചരിച്ചേ പറ്റൂ. സൂറത്ത് നൂറിലെ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യുകല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. രാപ്പകലുകൾ അള്ളാഹു മാറ്റിമറിക്കും. അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഓരോ രാത്രിയും പകലും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് വയസ്സാകുന്നുണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പ്രായമാകുന്നുണ്ട്, നാം പതുക്കെ പതുക്കെ രോഗങ്ങളിലേക്ക് കീഴ്പ്പെടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളത് ആലോചിക്കുന്നുണ്ടാവില്ല. ഓരോ റമദാനും ഓരോ കാലവും ഓരോ പ്രബോധവും ഓരോ അസ്തമയങ്ങളും ഉദയങ്ങളും നടക്കുമ്പോൾ നാം കാലത്തെ അള്ളാഹു മാറ്റിമറിക്കുമ്പോൾ നാം പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അതെവിടേക്കുള്ള യാത്രയാണെന്നറിയുമ്പോൾ ആദ്യ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഖബറിലേക്കുള്ള വഴിദൂരം മൈലുകളെ കൊണ്ടല്ല അളക്കുക, കിലോമീറ്ററെ കൊണ്ടല്ല അളക്കുക, നമ്മുടെ ആയുസ് കൊണ്ട് അളക്കുക. 50 കൊല്ലം ഞാൻ ഖബറിലേക്ക് യാത്ര ചെയ്തു, 60 കൊല്ലം ഞാൻ ഖബറിലേക്ക് യാത്ര ചെയ്തു. ഇനി എനിക്ക് എത്ര കൊല്ലമുണ്ട്, എത്ര ദിവസമുണ്ട്, എത്ര ആഴ്ചയുണ്ട്, എത്ര മണിക്കൂറുണ്ട് അറിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാലത്തിന് പോയേ പറ്റൂ. അതുകൊണ്ട് റമദാനിനും വേർപെട്ടേ പറ്റൂ, അടുത്ത റമദാനിന് വന്നേ പറ്റൂ. അതിലിടക്ക് പലരും ഇല്ലാതെയാകുന്നു, പലരും പുതിയ ലോകത്തേക്ക് കടന്നു വരുന്നു. ഈ യാത്രയിൽ നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റമദാനിൽ കുറേ അവസരം നഷ്ടപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? ഇനിയിപ്പോൾ ഈ റമദാൻ കഴിയുമ്പോൾ ഒരു പുണ്യരാത്രിയുണ്ട്, ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഇനിയുള്ള ദിവസങ്ങളിലൊന്നുമില്ല, ഇനി അടുത്ത റമദാനിലേ ഉള്ളൂ. ഇത് റമദാനിൻ്റെ മാത്രം അവസരമാണ്. ജമാഅത്തായിട്ട് ഈ രാത്രി നമസ്കാരം നിസ്കരിക്കാൻ നമുക്ക് റമദാനിക്കേ പറ്റൂ. അല്ലാത്ത കാര്യങ്ങളിൽ ജമാഅത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ആരെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ബാക്കിൽ പോയി നിൽക്കാന്നല്ലാതെ ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ രാത്രി നമസ്കാരത്തിന് ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. അതുമാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ കൊടുക്കുന്ന നന്മകൾക്കും പുണ്യങ്ങൾക്കും വലിയ പ്രോത്സാഹനങ്ങളുള്ള ഒരു കാര്യം, പാപമോചനത്തിന് വേണ്ടിയുള്ള 10 ദിനങ്ങൾ. ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാവർത്തിച്ച് പറഞ്ഞ പാപമോചനത്തിന്റെ അവസാനത്തെ 10. ഖദ് ജാഅകും റമദാനു ശഹ്റും മുബാറക്, മുബാറക്കായ ഒരു മാസം നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ മാസത്തിലെ അനുഗ്രഹീതമായ ഒട്ടനവധി അവസരങ്ങൾ ഇതാ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ്. ഹജ്ജിന്, ഒരു ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന മാസം ഇനി അതില്ല. ഉംറ ഇനിയുണ്ട്, പക്ഷേ ഒരു ഹജ്ജിന്റെ പ്രതിഫലം ഇനിയില്ല. എത്രയെത്ര അവസരങ്ങളെയാണ് റമദാൻ കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നന്മയുടെ ഒരു സാഹചര്യം എന്തോ റമദാനിന് മുമ്പ് ഓഫീസിലേക്ക് ചെന്നപ്പോൾ അങ്ങനെയല്ല, കോളേജിൽ ചെന്നപ്പോൾ അങ്ങനെയല്ല, അങ്ങാടിക്ക് ചെന്നപ്പോൾ അങ്ങനെയല്ല, എന്തോ തിന്മക്കുള്ള പ്രചോദനങ്ങളെല്ലാം നിന്നുപോയ പോലെ, എല്ലാവരും നന്മയിലേക്ക് മനസ്സ് മാറിയ പോലെ. അതെല്ലാം റമദാനിൻ്റെ മാത്രം ചൈതന്യമാണ്. ആ പ്രത്യേകതകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, നഷ്ടപ്പെടാത്ത ചിലതുണ്ട്. ഈ റമദാൻ കടന്നു പോകുമ്പോഴും പുതിയ ശവ്വാലിൻ്റെ മാസപ്പിറവി ഉദിക്കുമ്പോഴും നഷ്ടപ്പെടാത്ത ചിലതുണ്ട്. ആ നഷ്ടപ്പെടാത്ത ചിലതിനെ മുറുകെ പിടിക്കാൻ
നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മരണമല്ലാത്തൊരവധി ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ലെന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു. നമുക്ക് നന്മകൾ നിർത്തിവെക്കാൻ ഒരു സമയമല്ല സുഹൃത്തുക്കളെ. രാത്രി നിസ്കാരം നിർത്തിവെക്കാൻ മരിക്കണിന്റെ തലേന്ന് നമ്മൾ നിസ്കരിക്കണം. നോമ്പുകളെ നമുക്ക് നിർത്തിവെക്കാൻ പറ്റൂല. നമ്മൾ നോമ്പുകാരനായി കൊണ്ട് മരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ മരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ നന്മകളൊന്നും നിർത്തിവെക്കാൻ, മരണം ഉറപ്പാകുന്നത് വരെയും നീ ആരാധനകളെ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും നിർത്തിവെക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നോമ്പ് തുടരട്ടെ, അധികമൊന്നും വേണ്ട. ഒന്ന് മൻസാമ റമദാന സുമ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. 6 നോമ്പ് വലിയ പ്രയാസമല്ല. കാരണം ഈ 30 ദിവസം നോമ്പ് നോറ്റ് ശീലിച്ച നമുക്ക് ആ ഒരു പെരുന്നാളിൻ്റെ ഒരു ദിവസം ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു 6 നോമ്പ് പറഞ്ഞാൽ ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷെ ചെറുപ്പം ഒരു മടി നമുക്ക് എല്ലാവർക്കും വരും, പിന്നെ ആവാം എന്ന്. അതിന് നമുക്ക് 30 ദിവസത്തിന് 300-ഉം 6 ദിവസത്തിന് 60-ഉമായി ഒരു വർഷത്തെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അനിൻ നാരി 70 ഖരീഫ്. ഒരു നോമ്പൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോറ്റാൽ 70 വർഷം. ഖരീഫ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ. അപ്പോൾ 70 ഖരീഫ് എന്ന് പറഞ്ഞാൽ 70 വർഷത്തെ വഴിദൂരം എന്ത് ചെയ്യും? നരകത്തിൽ നിന്നും അകറ്റപ്പെടും. 70 വർഷം ഒരു നോമ്പ് കൊണ്ടാണ് 2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയത്. സുഹൃത്തുക്കളെ, ദാനധർമ്മങ്ങളുടെ സമയം അവസാനിച്ചിട്ടില്ല. ഉറപ്പാണ്, പിന്നെ കഷ്ടപ്പാടും പട്ടിണിയുള്ളവന് ഉറപ്പാണ് ഈ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മുടെ മുറ്റത്ത് വന്നാൽ തരക്കടില്ലാത്തൊരു സംഖ്യ കിട്ടുമെന്ന്. അത് റമദാനിൻ്റെ ഒരു സവിശേഷതയാണ്. പലപ്പോഴും യാചകന്മാരും ആവശ്യക്കാരും നമ്മുടെ മുറ്റത്ത് വന്നിട്ടുണ്ട്. പക്ഷെ റമദാനിൻ്റെ മനസ്സ് അതൊന്ന് വേറെയാണ്. ആ മനസ്സ് ഇനിയും ഉണ്ടാകണം. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ സദഖകളൊക്കെ എടുക്കാൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഒരാൾ വിളിക്കുന്നു, അയാൾ പറയണത് എന്തായാലും 3 വർഷമായിട്ട് കുട്ടികൾക്ക് പുതിയ ഉടുപ്പെടുത്തിട്ടില്ല, ഈ പെരുന്നാളിനെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്നൊരാൾ ചോദിക്കുന്നു. സത്യമാണെന്ന് വിശ്വസിക്കാം. നമുക്ക് എല്ലാവരെയും നമ്മൾ സംശയിക്കുമെങ്കിലും സത്യമാണെന്ന് വിശ്വസിക്കാം. നമ്മുടെ അയൽവാസികളിൽ അങ്ങനെ ചിലരുണ്ട്. നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരിൽ അങ്ങനെ ചിലരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ചിലരുണ്ട്. മാസത്തിൽ ഒരു 500 രൂപ കയ്യിൽ സ്ഥിരമായി കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ. പക്ഷേ റമദാനിൽ നിർത്തിവെച്ചോ? റമദാനോട് കൂടെ സുഹൃത്തുക്കളെ, അവർക്ക് വിശപ്പ് മാറിയും ഇനിയും അവർക്ക് വിശക്കും, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമ്മൾ നൽകണം. അടിമകൾ മനുഷ്യർ ഉണരുന്ന ഏതൊരു പ്രഭാതത്തിലും ഇല്ല മലക്കാൻ യൻസിലാൻ, 2 മലക്ക് വരാതിരിക്കില്ല. 2 മലക്ക് എന്തായാലും വരും. സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ 2 മലക്ക് വരും. ഫയഖൂൽ അഹദുഹുമാ, ഒരു മലക്ക് പറയുന്നത് അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫൻ, ചെലവഴിക്കുന്നവന് വീണ്ടും കൊടുക്കുന്നതാണ്. എന്താ സുഹൃത്തുക്കളെ ബർക്കത്തുണ്ടാവാത്തത്? ഒക്കെ കൂട്ടി ഒരുക്കി വെച്ച് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ സ്വപ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇറക്കിയ പൈസന്റെ സക്കാത്ത് കൊടുത്തോ? 1000 കുടുംബങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഭക്ഷണം തലമുറകളായി സ്വത്ത് കൈവശം വെച്ചവൻ തൊട്ട അയൽവാസിക്ക് ഒരു 1000 രൂപ മാസം കൊടുക്കാനില്ല. വീട്ടിൽ വരുമാനമുള്ളവരാരുമില്ല സഹോദരങ്ങളെ. വീട്ടിലേക്ക് ആരാളും 10 പൈസ കൊണ്ടുവരാനില്ലാത്ത കുടുംബങ്ങളുണ്ട്. 1,30,000 രൂപ ഈ പരിസരങ്ങളിൽ ഈ പള്ളിയിൽ നിന്ന് ഭക്ഷണത്തിനും മരുന്നിനും മാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്താ അത്ര കഷ്ടപ്പെടുന്നവർ ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്ന ഈ വഴിയോരങ്ങൾക്കിടയിലുണ്ട്. മറ്റൊരു മലക്ക് പറയും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ വെക്കുന്നവനുണ്ടല്ലോ അവന് നാശം നൽകിയെന്ന് മലക്ക് പ്രാർത്ഥിച്ചാൽ അത് നടക്കും. സുഹൃത്തുക്കളെ, ഒരുമിച്ച് കൂട്ടി വെക്കുന്നവരും വിഹിതങ്ങൾ നീക്കി വെക്കാത്തവരും ഈ റമദാൻ കടന്നുപോയിട്ടും സക്കാത്ത് കണക്ക് കൂട്ടാത്തവരും എല്ലാം ഓർക്കുക, ഒരു മലക്കെന്നും രാവിലെ നിങ്ങൾക്ക് നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സത്യം മാത്രം പറയുന്ന സ്വാദിഖുൽ മസ്തൂക്കായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിൽ ഓർമ്മ വേണം. നിർത്തിവെക്കാനായിട്ടില്ല സ്വതക്കകൾ. സുഹൃത്തുക്കളെ, നോമ്പിന് ഏറ്റവും പറ്റിയത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസമാണ്. രാത്രി നമസ്കാരമാണ് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ട നിസ്കാരം. സുഹൃത്തുക്കളെ, രാത്രി എഴുന്നേൽക്കാൻ കഴിയാത്ത ആൾക്കാരായതുകൊണ്ടാണ് എന്നാൽ ഇശ കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞിട്ട് ഒരു 3 റക്അത്ത് വിത്തിറെങ്കിലും നിസ്കരിച്ച് കിടക്കുക. ഒരു വിത്തിറെങ്കിലും കഴിച്ചു. രാത്രി നീക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, സുബഹി ബാങ്കുവിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ ഇസ്തിഗ്ഫാറിന്റെ സമയമാണ്. അല്ലാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിന്റെ സമയമാണ്. രാത്രി നിസ്കരിക്കാത്തവന്റെ ഉള്ളിൽ നിഫാഖുണ്ടെന്ന്, കാപഢ്യമുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിരിക്കാം സുഹൃത്തുക്കളെ. കുറച്ചൊക്കെ ആത്മാർത്ഥമുള്ളവൻ എങ്ങനെയാണ് ഒരു രാത്രി മുഴുവനും അല്ലാഹനെ മറന്ന് ഉറങ്ങാൻ പറ്റുക? കുറച്ചേരൊക്കെ ജുനൂബുഹും അനിൽ മലാജ്, ഒന്ന് നമ്മൾ അറിയാതെ പൊന്തിപ്പോകും. കാരണം സമ്പത്തിൻ്റെയും സൗകര്യങ്ങളുടെയും മുകളിൽ കിടന്നുറങ്ങുന്ന നമ്മൾ
രാത്രി ഒരു ഗുളികയോ മരുന്നോ കുടിക്കേണ്ടി വന്നിട്ടില്ല. നല്ല സന്തോഷകരമായ ഉറക്കത്തിൽ ഉണർന്നില്ലെങ്കിൽ എന്താകും എന്നൊരു പേടി, പടച്ചോനെ പേടിയിലോൻ്റെ മനസ്സിലുണ്ടാവില്ല സുഹൃത്തുക്കളെ. ഖുർആൻ പാരായണം ഒരു പ്രശ്നമല്ല. ഒരു വക്തിന് ഒരാൾ 4 പേജ് ഓതുകയാണെങ്കിൽ 5 വക്ത് കൊണ്ട് 20 പേജ് ഓതാണ്. 20 പേജ് ഒരാൾ ഒരു ദിവസം ഓതുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം അവസാനിക്കുന്നതാണ്. ഒരു ഖത്തം അപ്പോൾ സാധിക്കുന്ന ഒരാൾക്ക് ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റും. റമദാനൊക്കെ ഒരു ഖത്തം തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അങ്ങനെ സാധിക്കുമെന്നാണ്. അങ്ങനെ സാധിക്കുന്നവരും ചെയ്യുന്നവരും ഉണ്ടെന്നാണ് സുഹൃത്തുക്കൾ. അതാണത്രേ സാധാരണ ഉണ്ടാവേണ്ട ചര്യ എന്ന് പറയുന്നു. പരിശ്രമിച്ച് നോക്കിയാൽ ചിലർക്കെല്ലാം അത് നടന്നുകൂടായികയില്ല. ഖുർആൻ പഠിക്കണം സുഹൃത്തുക്കളെ. ഈ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വന്നപ്പോൾ 1 മണിക്കൂർ നേരം ഇടതടവില്ലാതെ ഇമാം ഓതുകയാണല്ലോ. ആ ഓത്ത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ശുദ്ധമായ അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ഭാഷ, ലളിതമായ ആശയം, ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന ആശയങ്ങൾ. പക്ഷേ നമുക്ക് പലപ്പോഴും ഉറക്കം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ക്ഷീണം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇശാ സുന്നത്തൻ കഴിഞ്ഞിട്ട് പിന്നെ അത്താഴമാകുന്നത് വരെ സ്വഹാബത്തൊക്കെ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കും. എങ്ങനെയും ചോദിക്കേണ്ട സുഹൃത്തുക്കളെ. ഖുർആന്റെ പാരായണം നിർത്താൻ പറയാൻ നമുക്ക് തോന്നൂല. അതിൻ്റെ മാധുര്യം അത്ര വലുതാണ്, അതിൻ്റെ ആശയങ്ങൾ അത്ര വലുതാണ്. പക്ഷെ എന്താ അറിയും, നമ്മളത് പഠിക്കാൻ ശ്രമിച്ചില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ലേണിംഗ് ക്ലാസ്സിലോ ഖുർആൻ ക്ലാസ്സിലോ ഒരു പരിഭാഷയൊക്കെ എടുത്തു വെച്ചിട്ട് സുഹൃത്തുക്കളെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇനി എല്ലാ വക്തിനും ഇമാം ഓതൂലെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഹൃദയത്തിൽ തട്ടുമ്പോൾ അൽക്കാരിയാണ് കേട്ടാൽ പരലോകം മുഴുവനായി. അൽക്കാരിയ സൂറത്ത് കേട്ടാൽ പരലോകം മുഴുവനായി. ഒരു വികാരവുമില്ലാതെ ഈ സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്ത് പോണില്ലേ, ഇമാമിങ്ങൾ ഓതി പോണില്ലേ സുഹൃത്തുക്കളെ. ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ, ഖുർആനും ഖുർആന്റെ ഭാഷയും പഠിക്കാൻ ഈ റമദാന്റെ മാസത്തിൽ ഒരു ചെറിയ തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ചെറിയ ചില മാറ്റങ്ങൾക്ക് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ മനസ്സ് ശരിയായിട്ടുണ്ട്. സ്വർഗത്തെ ചൂണ്ടി അള്ള പറഞ്ഞ ആ മനസ്സുക്ക് നമ്മൾ എത്തി. അവ്വാബ് ഖേദിച്ച് മടങ്ങി, പടച്ചോനെ എല്ലാറ്റിനും ഞാൻ മടങ്ങി, ഇനി ഞാൻ സൂക്ഷിക്കാം, നിന്റെ കർമ്മങ്ങളും കടമകളും ഒക്കെ ഞാൻ സൂക്ഷിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ ആ സൂക്ഷ്മത ഉണ്ടല്ലോ. മൻ ഖശിയർ റഹ്മാൻ, രഹസ്യത്തിലൊക്കെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ മനസ്സിലേക്ക് നമ്മൾ എത്തി. തുടരുക സഹോദരങ്ങളെ, മാത്സര്യ ബുദ്ധിയോടുകൂടെ, ധൃതിയോടുകൂടെ, വേഗതയോടുകൂടെ നാം തുടരുക. കഴിഞ്ഞ റമദാനുകൾ അവസാനിപ്പിച്ചതുപോലെയല്ല ഈ റമദാനിന് ശേഷം ഈ റമദാനിൻ്റെ ആവേശവും ചൈതന്യവും തുടർന്നു പോകുന്ന അടുത്ത ദിനങ്ങൾ ഏറ്റവും നല്ല മാനസിക സന്നദ്ധതയോടെ നമ്മൾ ഒരുങ്ങുക. അത്തരത്തിലുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും.